ഹായ്, ഞാൻ കുറേ നാളായി വീഡിയോ ഒന്നും ഇടാത്തെ. പിന്നെ കുറച്ച് തിരക്കായി പോയിന്, അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ രാവിലെ ഫീൽഡെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ വൈകുന്നേരം ക്ലാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രിയാവും. അപ്പം പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ടോപ്പ് അടിക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇതേപോലത്തെ ടോപ്പ് ഇത് ഞാൻ അടിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടുമോയെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. ഞാൻ ഈ ഇട്ട ടോപ്പ് ഇതുപോലെ തന്നെയാണ് ഞാൻ അടിക്കുന്നത്. പക്ഷെ കഴുത്തിന് കുറച്ചൊരു മാറ്റമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇന്ന് ഇതാണ് ഞാൻ ഇന്ന് അടിക്കാൻ പോകുന്ന തുണിയെ. ഇതിനെ നമുക്ക് ഇങ്ങനെ നിവർത്തിട്ടതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കും. ഇങ്ങനെ മടക്കിട. അപ്പം നമുക്ക് വണ്ണെടുക്കണ്ടേ? വണ്ണം നോക്കണം മടക്കുമ്പോൾ. ഇപ്പം എനിക്ക് ഒരു ഭാഗത്ത് ഞാൻ 10 ഇഞ്ചാണ് വെക്കുന്നത്. 10 ഇഞ്ചും തുന്നൽ തുണി കൂടി 11.5 ഇഞ്ചാണ് വെക്കുന്നത്. 10 1 11.5 ഇഞ്ച്. ഈ 11.5 ഇഞ്ചിലാണ് ഞാൻ മടക്കുന്നത്. അപ്പം എൻ്റെ വണ്ണത്തിൻ്റെ 4/1 ആണ് ഞാൻ 10 ഇഞ്ച് പറഞ്ഞത് കേട്ടോ. വണ്ണത്തിൻ്റെ 4/1 ഞാൻ 10 ഇഞ്ച് പറഞ്ഞത്. ആ 10 ഇഞ്ചിൻ്റെ കൂടെ തുന്നൽ തുണി കൂട്ടിയിട്ട് 11.5 ഇഞ്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 11.5 ഇഞ്ചിൽ ഞാനിങ്ങനെ ഈ തുണീനെ ഒന്ന് മടക്കിയെടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലത്തെ ഇതിനെ നമുക്കൊന്ന് ഇവിടുന്നതാ ഈ അടിവില്ലേ, ഈ അടിവിൻ്റെ അടുക്കുന്ന നമുക്ക് താഴോട്ടൊന്ന് പിടിക്കാം. താഴോട്ട് പിടിക്കുമ്പോൾ 15.5 ഇഞ്ചാണ് ഉള്ളത്. 15 ഇഞ്ചിൻ്റെ അപ്പുറം അടിവ് തുണിയും കൂട്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയ 16.5 ഇഞ്ച് വെച്ചു കൊടുത്തു. 15 ഇഞ്ച് ഈ ഇറക്കും. അതിൻ്റെ കൂടെ ഞാനൊരു അരി 1 ഇഞ്ച്. അപ്പം പെട്ടെന്നെല്ലാം അടിക്കുന്നവർക്ക് കുറച്ച് കൂട്ടിയിട്ട് തന്നെ വെച്ചോ. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അടിവ് പോകുമ്പോൾ വിഷമായിരിക്കും. അപ്പം ഇല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് അടിവ് തുണി കൊടുത്താൽ മതി. അപ്പം ഞാൻ 15 ഇഞ്ച് 15 ഒന്ന് 16 ഇഞ്ചാണ് വെക്കുന്നത്. 16 ഇഞ്ച് വെച്ച് കൊടുത്തു. ഇവിടെയും അടയാളം കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് പിടിക്കുക. നേരെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്തു. എന്നിട്ട് ഈ തുണീനെ ഇങ്ങനെ വെക്കുക. ഇനി നിങ്ങൾക്ക് കഴുത്ത് നിങ്ങൾ ഇഷ്ടം പോലെ ആക്കാം കേട്ടോ. ഏത് മോഡലാണ് നിങ്ങൾക്ക് കഴുത്ത് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. കുഞ്ഞു ബാബാ ഇന്ന വേബാ റെഡി പോന്നേ. നമ്മളെ കുഞ്ഞിനാന്നേ, അവള് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. അപ്പം ഇതുപോലെ മടക്കി ഇനി നമുക്ക് കഴുത്ത് മുറിക്കാം. കഴുത്ത് എങ്ങനെയാണ് അടയാളം വെക്കുന്നല്ലേ? ഞാൻ 2.4 കാലാണ് കഴുത്തകലം. 2.4 വെക്കുന്നുണ്ട്. 2.4 ഇഞ്ചാണ് ഞാൻ കഴുത്തിൻ്റെ അകലം വെക്കുന്നത്. 2.4. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.25 മതി. 3.25 ഇങ്ങോട്ടും വെച്ച് കൊടുത്തു. അപ്പം മൊത്തം 6.4 വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 6.4. ഇനി കഴുത്ത് മുന്നേ നമുക്ക് ഈ കഴുത്ത് ഇറക്കം നോക്കാം. ഇത് ഇവിടെ നിന്ന് തന്നെ വെക്കുമ്പോൾ ഇപ്പം 6 ഇഞ്ചാണ് കഴുത്തിറക്കുള്ളത്. 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങോട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ 6 ഇഞ്ച് വെക്കുന്നില്ല, 5.5 വെക്കുന്നത് കേട്ടോ. എന്നാമത്തെ എന്നാ കുഞ്ഞു ഇവളെ പാവേനെ വിളിക്കുന്നുണ്ടാ. ഇവളാണ് കുഞ്ഞ് കണ്ടാ. ഇതാണ് നമ്മളെ കുഞ്ഞു ബ്ലോഗിലെ കുഞ്ഞനട്ടാ. അപ്പൊ ഞാനിങ്ങനെ 5.5 ഇഞ്ച് ഇവിടെയും വെച്ച് കൊടുത്തു. ഇതിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മുന്നിലാകുമ്പോൾ അധികം ഇറക്കം കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴുത്തിങ്ങനെ ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ 5.5 വെച്ചത്. 5.5 ഇഞ്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിനെ 2.4 ഇങ്ങോട്ടും വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടാക്കി കൊടുക്കുക. ഒരു പെട്ടി പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാൻ മതി.
ഇതുപോലെ വരഞ്ഞു. ഇനി നമുക്ക് ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പാക്കാം കേട്ടോ. പുറകിൽ കഴുത്ത് ഇറക്കാം, പിന്നെ വേണ്ടവർക്ക് ഒരു 6 ഇഞ്ച് എടുക്കാം, 6.5 എടുക്കാം. ഇനിയിപ്പോൾ കഴുത്ത് ഒട്ടും വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അത് നിങ്ങൾ ഇഷ്ടം പോലെ. ഇനിയിപ്പം ഇവിടുന്ന് ഇവിടത്തേക്കിന് 6.25 വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഷോൾഡറാണ്, ഷോൾഡർ 3.25 വെച്ചിട്ടുള്ളത്. 3.25 2.25 കൂടി കൂട്ടി 6.25 6.25 ഇവിടെ ഒന്ന് വരഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ഇറക്കാം. ഇനി തോൾക്കുഴിയാണ് വേണ്ടത്. തോൾക്കുഴി ഞാനിപ്പോൾ 6 വെച്ച് കൊടുക്കുന്നത്. തോൾക്കുഴി 6 തോൾക്കുഴി വെക്കുന്നത്. 6.25 വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇറങ്ങി നിൽക്കും. ഇപ്പൊ ഒരു 6.25 വെച്ച് കൊടുക്കാം നമുക്ക്. 6.25 ഇതിന് ഇങ്ങോട്ടും വരഞ്ഞു. ഇത് ഇപ്പം ഇവിടെ ഞാനൊരു പെട്ടി പോലെ ആക്കിയെടുത്തു. അപ്പം കണ്ടില്ലേ? ഇനി ഇവിടെ നിന്നൊരു 1.25 ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ മൂലക്കുന്ന് ഉള്ളിലേക്ക് തോൾക്കുഴിയിൽ ഇവിടെ കണ്ടോ, ഇതൊരു 1.25 ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതിന് ശേഷം എന്താ ഇതിനിങ്ങനെ ഇതിങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഒരു 3.5 ഇങ്ങോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു 3.5 വെച്ചിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കഴുത്ത് എന്തായാലും ഇത് ഞാൻ കഴുത്ത് റൗണ്ടാണ് മുറിക്കുന്നത്, റൗണ്ട് കഴുത്താണ് മുറിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എടുത്തിരുന്ന ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കും. ഇനി ഏത് കഴുത്തും വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഇഷ്ടം പോലെ കഴുത്തിൻ്റെ ഷേപ്പ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുറിക്കാം. അപ്പം ഇങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അത്രയേ വേണ്ടു. ഇതിൻ്റെ വണ്ണം എനിക്കൊരു 16.5 വേണ്ടേ. 16.5 ആകുമ്പോൾ പിന്നെ ഒരു ഭാഗമാണ് 16.5. അപ്പോൾ 16.5 നമ്മൾ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടേ. 10 എൻ്റെ വണ്ണം ഇവിടെ അടയാളപ്പെടുത്തും. ഇവിടെ എനിക്ക് പിന്നെ 16.5 2/1 അടയാളപ്പെടുത്തേണ്ടത്. പകുതി 16.5 പകുതി. അപ്പം 8.25. അപ്പോൾ 8.25 തുന്നൽ തുണിയും വേണം. അപ്പോൾ 9.25 ഒരു 10 എടുക്കാം നമുക്ക്. 10 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് കഴുത്തൊന്നും ചെയ്തില്ലേ, ബാക്ക് കഴുത്ത് മുറിച്ചില്ല, നേരെ തന്നെ മുറിച്ചു. കഴുത്തിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മുറിക്കുന്നില്ലേ. തോൾക്കുഴി കെട്ടുക. ശരിക്കും നമ്മളിത് ലൈനിങ്ങിൽ മുറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങിലാവുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തു. കഴുത്ത് ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പം ബാക്കും ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഇങ്ങനെ നമുക്ക് അടയാളം കൊടുക്കാം. അടയാളം കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി എടുത്തത് നമുക്ക് കൈ മുറിച്ച് കൊടുക്കാം. ഇനി കയ്യാണ് മുറിക്കുന്നത്. ഈ ബാക്കിയുള്ള പീസിനെ കൊണ്ട് ഞാൻ കൈ മുറിക്കും. അപ്പോൾ കൈയിനെന്താ
ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചു. ഇത് നമുക്ക് നോക്കാനില്ല, തുണി എങ്ങനെ വെച്ചാലും പ്രശ്നമില്ല, കുഴപ്പമില്ല. ഇനി ഓരോ തുണിക്കലും നമുക്ക് അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഡിസൈൻ ചിലപ്പോൾ നമുക്ക് പാളിപ്പോവും. അബദ്ധം എനിക്ക് പറ്റലുണ്ടേ, പെട്ടെന്ന് നോക്കാണ്ടെല്ലാം തിരക്കിനെല്ലാം നമ്മൾ വന്ന് മുറിക്കും. അപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തലേന്നായിരിക്കും ഞാൻ എല്ലാം അടിക്കല്. അപ്പോൾ നമ്മളൊന്നും നോക്കൂല, പെട്ടെന്ന് രാത്രിയെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് മുറിക്കും. അപ്പോൾ ചെറിയ പാളിച്ചെല്ലാം പറ്റലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മുറിച്ചാൽ മതി, അതിൻ്റെ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് ശ്രദ്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതിനെ എങ്ങനെ വെച്ച് മുറിച്ചാലും കുഴപ്പമില്ല. ഇനിതാ ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടി മടക്കാം. ഇതുപോലെ ഞാൻ മടക്കിയെടുത്തു. ഇനി നമുക്ക് ഇതാ കൈയുടെ നീളം എത്രയാ നോക്കാം. കൈ നീളം എനിക്കിത് 16.5 ഇഞ്ചാണ് ഞാൻ വെക്കുന്നത്. കൈ നീളം 16 ഇഞ്ച്. ഇവിടുന്ന് അടയാളപ്പെടുത്തുക. 15 ഇഞ്ചുണ്ട് കൈ, അപ്പോൾ 16 വെക്കാം. 16.25 വെച്ച് കൊടുക്കാം. അപ്പം അടിവ് തുണി അടക്കാന്നേ 16.25 പറഞ്ഞിന്. ഇവിടെ വരഞ്ഞു, ഇവിടുന്ന് ഇങ്ങോട്ടും വരഞ്ഞു. ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ല ഇതിൻ്റെ ഈ ഭാഗമില്ലേ, ഈ പീസ് ഇത് വരുന്ന കട്ടിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3.5. അതിനുശേഷം നമുക്ക് കൈനെ വരക്കാം. നോക്കാം, 9 എടുത്തിട്ടുള്ളത് കേട്ടോ. 4-1 വണ്ണത്തിൻ്റെ 4-1 അടിവ് തുണി എടുക്കും. ഇവിടുന്ന് ഇങ്ങനെ വെച്ച് ഇതുപോലെയാണ് ഞാൻ കൈ വരഞ്ഞു കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങനെ ഒന്നുകൂടി കുറച്ചും കൂടി ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. പിന്നെ ഇവിടെ കൈ വണ്ണം 5.4. അപ്പോൾ എനിക്ക് 11 ഇഞ്ചാണ് എൻ്റെ കൈവണ്ണം. അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പം 11 ഇഞ്ചാകുമ്പോൾ 5.5. അപ്പോൾ 5.5 അടിവ് തുണി 1 ഇഞ്ച് കൂട്ടാം. 6.5 വെച്ച് കൊടുക്കാം. ഇവിടെ വെച്ചു. ഇനി ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് വരിക. ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം അല്ലേ. കട്ട് ചെയ്തേ. ഇനി ഇത് ഇവിടുന്ന് ചെയ്യുന്നുണ്ടേ. ഇത് ഈ ഭാഗം ഇതാണ് തോളിന്റെ ഭാഗമാണ് വരുന്നത് കേട്ടാ. ഇത് നിങ്ങൾക്ക് എളുപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്കെച്ച് വെച്ചാൽ ഈ കൈരിയെല്ലാം ഒരു സ്കെച്ച് എടുത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വെച്ച് മുറിക്കുകയോ വേണ്ടു. അപ്പോൾ അളവൊന്നും എടുക്കണ്ട. എപ്പോൾ അതെടുത്ത് പിന്നെ കാർഡ്ബോർഡിൻ്റെ അകത്ത് സ്കെച്ച് എടുത്ത് വെച്ചാൽ മതി. ഇതുപോലെ ഞാൻ കൈയും മുറിച്ച് വെച്ച് ഇനി നമുക്ക് വേണ്ടത് ഇത് മുറിക്കണ്ടേ. ഇത് മുറിച്ചില്ലല്ലോ, ഇനി ഇത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ പാവാടയുടെ എങ്ങനെയാന്ന് നോക്കാം അല്ലേ. നമുക്ക് ഞാൻ ഇതിനെ 4ആയിട്ട് മടക്കിയിട്ടാണ് വെച്ചിട്ടില്ലേ തുണിയെ. 4ആയി മടക്കി. ഇനി നമുക്ക് ഇതിനൊന്ന് വൃത്തിയിലൊന്ന് സ്ക്വയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അത് ലെവലല്ല, അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം നമുക്ക് മുറിച്ച് കളഞ്ഞേക്കാം. മുറിച്ചാൽ നമുക്കിത് വേണ്ടത് ഇവിടുന്ന് ഇതിൻ്റെ ഇറക്കാ വേണ്ടത്. ഇവിടുന്ന് ഞാൻ പിടിച്ചു ഇതിൻ്റെ പാവാടയുടെ ഇറക്കം. ഈ പാവാടയുടെ അളവ് താഴേക്ക് പിടിച്ചു 31 ഇറക്കാൻ വേണ്ടത്. അപ്പോൾ 31ൻ്റെ അപ്പുറം 2 ഇഞ്ച് ഇങ്ങനെ മടക്കിൻ്റെയും ഈ മടക്കി വെക്കുന്നേയും 1 ഇഞ്ച് മേലേക്കും കൊടുത്താൽ 2.5 ഇഞ്ച്. അപ്പം 31 2 2 33 ഇഞ്ചാണ് അളവെടുക്കുന്നത്. അപ്പം 33 ഇഞ്ച്.
ഇവിടെ അടയാളപ്പെടുത്തി, ഇവിടെ അടയാളപ്പെടുത്തി. ഇനി ഇതിന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തു. ഇത് ഇങ്ങനെ ഇതുപോലെ ഞെറിയിട്ട് എടുക്കണ്ടല്ലേ, അപ്പം കുറച്ചധികം തുണി വേണം. നമുക്കിത് ഇനി മുറിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ മുറിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ താഴേന്ന് മേലേക്ക് മുറിച്ചത് ഇത്ര പീസ് നമുക്ക് ബാക്കി വന്നു. അപ്പോൾ അടിയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ മേലെ നിന്ന് തന്നെ മുറിച്ചെടുത്തത്. ഇങ്ങനെ മുറിച്ചെടുത്തു. അങ്ങനെ ഈ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. പാവാടയായിരുന്നു. ഇനി നമുക്കിതിനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ നമുക്ക് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കേണ്ടതാണ്. അപ്പം പാവാടയായിരുന്നു നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ആണ് മുറിക്കേണ്ടത്. ലൈനിങ് കാണാനൊന്നുമില്ല. ലൈനിങ് വെക്കുന്നയാൾക്ക് വെക്കാൻ എല്ലാവരും ഒന്നും ഇപ്പം ലൈനിങ് വെക്കുന്നില്ലല്ലോ. ഞാൻ എന്തായാലും വെക്കുന്നുണ്ടേ. അപ്പോൾ ഇനി ഇത് ബ്ലൗസിൻ്റെ ഇതിൻ്റെ മേലത്തെ ആയാലും നമുക്ക് ഇതിന് ഇങ്ങനെ തന്നെ ലൈനിങ്ങിലേക്ക് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മുറിച്ചെടുക്കാം. വേഗാവും. ഇത് കാണേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ, ഇത് അറിയാലോ. ഇങ്ങനെ ഇതുപോലെ വെക്കുക. ഞാൻ കുറച്ച് തിരക്കില്ലോണ്ട് വേഗം വേഗം പറഞ്ഞെന്ന് തോന്നുന്നേ. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ ഇത് സംശയം ഞാൻ തീർത്തരാം. ഇങ്ങനെ വെക്കുക. ഇതാ ഇതേപോലെ വെക്കുക. തുണിയുടെ ലൈനിങ്ങിൻ്റെ തുണിയുടെ മേലെ ഇതേപോലെ ഈ പീസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചു. കുറച്ചധികം വെച്ചു. ചിലപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകുമ്പോൾ വിഷമം. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളിങ്ങനെ വരച്ചു കൊടുത്താൽ മതിയാണ്. ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതേപോലെ എടുക്കും. ഇതുപോലെ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പം ഇത് നേരെ ഒന്നല്ല, കുറച്ച് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് തുണിയെല്ലാം വെച്ച് അടിക്കുമ്പോൾ ലെവലാക്കി കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തു. നമുക്കൊന്ന് കഴുത്തിൻ്റെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് അടയാളപ്പെടുത്തി മുൻകഴുത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ടേ. ബാക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമുക്കത് ലൈനിങ്ങിൽ വരഞ്ഞെടുക്കുന്നത് നല്ലതേ. ഇനി നമുക്ക് ബാക്ക് കഴുത്തും അടവ് നോക്കാം. ബാക്ക് കഴുത്ത് ഞാൻ ഒരു 6 എടുക്കുന്നുണ്ട്. 6 ബാക്ക് കഴുത്ത് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ. ഇത് കട്ട് ചെയ്തെടുക്കേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഇനി തയ്ക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇട്ടുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ടും ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.